എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ സൗമ്യ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സാധനം ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതേപോലെ ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് ഇതുപോലുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഹെൽത്തി പ്രോട്ടീൻ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനവും ഇതിനകത്ത് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് പീക്കൻ നട്ട്സ് എടുത്തിട്ടുണ്ട്, അതൊരു കപ്പാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ആൽമണ്ട് ആണ്, നമ്മുടെ ബദാം പരിപ്പ്, അതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ്, ഓട്സ് ഒരു കപ്പുണ്ട്. സൺഫ്ലവർ സീഡ് ഞാൻ എടുത്തിട്ടുണ്ട്, അതൊരു 1/2 കപ്പ് മതിയേ, 1/2 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കാഷ്യൂനട്ട് ആണ്, അതൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് വൈറ്റ് എള്ള്, അത് 1/2 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത് ഹണിയാണേ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാവുന്നതാണ്. നമ്മുടെ ഈ പാനിലേക്ക് ഞാൻ ഈ ഓട്സ് ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഓട്സ് ഇട്ട് കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഈ ഓട്സിനകത്തുണ്ടല്ലോ ഒത്തിരി നല്ല ഫൈബർ കണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പം അത് നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റത്തിനെയൊക്കെ ഒത്തിരി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കോൺസ്റ്റിപ്പേഷനൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് ഓട്സ് കഴിക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് പീക്കൻ നട്ട്സ് ആണ്. ഇതിന് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷനൊക്കെ ഒത്തിരി സഹായിക്കും കേട്ടോ. കൂടാതെ തന്നെ നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് വളരെ സഹായിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ആൽമണ്ട് ആണ്. ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ. ഇത് നല്ല ഹൈ പ്രോട്ടീനാണ്, വളരെയധികം നമ്മുടെ ബോഡീനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാൻ ഇടാൻ പോകുന്നത് സൺഫ്ലവർ സീഡ്സ് ആണ്. ഇതിന് ഒത്തിരി വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. വൈറ്റമിൻ ബിയും വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് എള്ളാണ്. നട്ട്സും സീഡ്സും ഒക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സീഡ്സും നട്ട്സൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒരു 3 മിനിറ്റ് നേരത്തേന് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സീഡ്സും നട്ട്സൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. ഒന്ന് ചൂടാറി വരട്ടെ. ചൂടാറി കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുടെ കാര്യം ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 4 ടേബിൾ സ്പൂൺ ഹണിയാണ്. നന്നായിട്ട് ചൂടാക്കി ആറിയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഹണി ഞാൻ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഈ പാത്രത്തിലോട്ടാണ് ഞാൻ ഇട്ട് വെക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചുറ്റും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബേക്കിംഗ് പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സീഡ്സ് എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. എല്ലാ സൈഡും ഒരേപോലെ ലെവലാക്കി നമുക്കൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്കിനി ഇത് കവർ ചെയ്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ സമയത്തേന് വെക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാവുന്നതാണ്. പയ്യെ ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ സ്നാക്ക് ഞാനിപ്പോൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുകയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക്